ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ഭർത്താവ് എന്ന് പറഞ്ഞാലേ ക്ഷമയുടെ നെല്ലിപ്പല എന്ന അർത്ഥം. ഈ മറ്റു പെമ്പിളരെ അപേക്ഷിച്ചിട്ട് ഋതുമോളൊരു പാവവും തമ്മിൽ ഭേദമാ. അത് അളിയോടുള്ള ഇഷ്ടം കൊണ്ടാ ഈ സൗന്ദര്യ പിണക്കൊക്കെ ഉണ്ടാവുന്നത്. അളിയെ ക്ഷമിച്ചുകളാ. അമ്മ കരുതുന്ന പോലെയൊന്നുമല്ല. പിന്നെ ഞാൻ സാന്ദ്രയെ പ്രണയിക്കുന്നതായി അഭിനയിച്ച് അതുവഴി ഋതികയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാനുള്ള ശ്രമത്തിലാ. പ്ലാൻ വളരെ നല്ലതാ. പക്ഷേ പ്രണയം ആക്ടിംഗിൽ മാത്രമേ ആകാവൂ. ഒരു കൊച്ചിനെ ചുമന്നേ ഒരുത്തി വഴി നീളെ തെണ്ടി തിരിയാ. അവളുടെ പുറകെ സാന്ദ്ര മറ്റൊരു കൊച്ചുമായിട്ട് പോകരുത്, ഞാൻ പറഞ്ഞേക്കാം. അമ്മേന്റെ മൂട് കളയില്ലേ. അമ്മ ഇനി എന്ത് പറഞ്ഞാലും ഇവളെ ഞാൻ അങ്ങനെ വിടില്ല. ഇവളെന്റെ മനസ്സ് കീഴടക്കി. അമ്മ ഫോൺ വെച്ചേ. ഇവനെ ഏൽപ്പിച്ചു വിട്ട കാര്യം എന്താണോ? ഇവൻ എന്തിന്റെ പുറകെ നടക്കുന്നു? ഇവൻ ഇങ്ങനെ ഒരുത്തനായി പോയല്ലോ. ഞാൻ എല്ലാ കാര്യങ്ങളിലും സ്ട്രെയിറ്റ് ഫോർവേഡാ. അതുകൊണ്ട് ഒരേ ഒരു ചോദ്യം, സാന്ദ്രയ്ക്ക് എന്നെ ഇഷ്ടമാണോ? ഡ്രൈവറുടെ മകൻ വന്നു. ഡ്രൈവറുടെ മകനോ? ആ, ഇവനൊരു അലവലാതി ഡ്രൈവറുടെ മകനാ. എന്താടാ പബ്ലിക് പ്ലേസിൽ ഒരു ചുറ്റിക്കളി? ചുറ്റിക്കളിയോ? ഓ, ഇത് നിന്റെ സ്ഥിരം തൊഴിലാണല്ലോ. ഞാനേ അതങ്ങ് മറന്നുപോയി. നീങ്ങ വന്നേ. വാടാ. നിന്റെ തനി സ്വഭാവം എന്താണെന്ന് ഞാൻ ഈ പെൺകുട്ടിയോട് പറയട്ടെ. ഈ എന്ത് തനി സ്വഭാവം? നീ വർമ്മ സാറിന്റെ വീട്ടിൽ വേലയ്ക്ക് നിന്ന ഒരു പാവം പെൺകുട്ടിയെ പിഴപ്പിച്ചെന്നും പിന്നീട് അവളെ കല്യാണം കഴിച്ചെന്നും നീ ഇപ്പോഴേ ഒരു കുട്ടിയുടെ അച്ഛനാണെന്നുള്ള കാര്യം അവളോട് ഞാൻ പറയട്ടെ. പറയട്ടേന്ന്. പറഞ്ഞോ, നീ പറഞ്ഞോ, അതിന് എനിക്കെന്താ? ഞാനും അവളും തമ്മിലേ പ്രേമത്തിലൊന്നുമല്ല, ഞങ്ങൾ വെറും ഫ്രണ്ട്സാ. അവന്റെ ഒരു ഫ്രണ്ട്സ്? എക്സ്ക്യൂസ് മീ, എനിക്കൊരല്പം തിരക്കുണ്ട്, ഞാനെന്നാ പോയിക്കോട്ടെ. ആ ശരിയെന്നാ പൊക്കോ. നീ അവിടെ നിക്ക്. നീ എവിടെ പോവാ? ആ, നീ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഒന്ന് സൂക്ഷിച്ചു വേണം ചെല്ലാൻ. ഞാനിവിടെ നടന്നതെല്ലാം വർമ്മ സാറിനോട് വിളിച്ച് പറയുന്നുണ്ട്. നീ വിളിച്ച് പറഞ്ഞോ, അയാളെന്താ എന്നെ മൂക്കി കെട്ടിക്കളയോ? ഒന്ന് പോടാ അവിടുന്ന്. എന്നാലും ഞാൻ മാഡത്തെ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരില് മാഡം എന്നോട് ഇങ്ങനെ കാണിക്കുന്നല്ലോ. എന്തൊരു കഷ്ടമാണ് ദൈവമേ. എന്റെ അളിയെ വലിയ ടെൻഷനിലാണല്ലോ. തിരക്കി കളയാം. ടെൻഷൻ അടിച്ചിട്ട് അളിയൻ വല്ല അവിവേകത്തിന് മുതിർന്നാലോ? അളിയോ,
അളിയൻ എന്താ പുറത്തു പോയിട്ട് തിരിച്ചു വന്ന് ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞ്? ഏയ് ഒന്നുമില്ല അളിയ. ആ, ഒന്നുമില്ലാന്ന് പറയുന്നതൊരു ഉഗ്രം നുണയാ. ഞാൻ ഈ ബൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല. ശ്ശ്. ആ മുടിയ തളരെ കൂടി എനിക്ക് നാക്കേറ്റുന്നു. ഞാൻ ഈ സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് കോമൺ സെൻസ് ഇല്ലാന്ന് അളിയൻ വിചാരിക്കരുത്. ഞാൻ 2-3 ദിവസമായിട്ട് അളിയൻ നോട്ട് ചെയ്യുന്നു. അളിയന് എന്തോ പ്രശ്നമുണ്ട്. അളിയന് ടെൻഷൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അളിയനും മൃദുമോളും തമ്മിലാ പ്രശ്നം. അതെനിക്ക് മനസ്സിലായി. എന്താ അളിയ പ്രശ്നം? ഒന്നുമില്ല. ആ, നമ്മൾ അന്യരൊന്നും അല്ലല്ലോ അളിയ. കൂടെ പിറപ്പാണെങ്കി ചിലപ്പോ പാര വെച്ച് മലർത്തികളെ. ഇതിപ്പോ ഞാൻ അളിയന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ. ഒരർത്ഥത്തിൽ ഒരു ചേട്ടന്റെ സ്ഥാനം. ചില പ്രശ്നങ്ങള് പ്രിയപ്പെട്ടവരോട് തുറന്നു പറയുമ്പോ അത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു മനസ്സമാധാനം കാണും. എല്ലാം ഷെയർ ചെയ്യുന്നതാ നല്ലത്. അളി മോളും അളിയനും തമ്മിൽ എന്താ അളിയ പ്രശ്നം? ചെറിയൊരു സൗന്ദര്യ പിണക്കോളിയാ. അത്രയുള്ള അതൊക്കെ വിട്ട് കളളിയാ. ചില സമയത്തെ ഈ ഭാര്യമാരെന്ന് പറയുന്ന വർഗത്തിന് വകതിരിവേ ഉണ്ടാവില്ല. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം പറയും. എന്നോട് പിണക്കമുള്ളപ്പോ പ്രിയ ഈ ലോകത്ത് എന്ത് കുഴപ്പം സംഭവിച്ചാലും അതിന് ഞാനാ ഉത്തരവാദി എന്ന് പറയും. ഫോർ ദ എക്സാമ്പിൾ, ഇപ്പൊ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട് ചുഴലിക്കാറ്റ് വീശിയെന്നിരിക്കട്ടെ. എന്നോട് വഴക്ക് കൂടുമ്പോ പ്രിയ പറയുന്നത് ഞാനാ അതിന് കാരണക്കാരനെന്ന്. സത്യം പറഞ്ഞ ഈ പെങ്കോന്തനായാ മാത്രമേ ദാമ്പത്യ ജീവിതത്തില് സമാധാനം സ്വസ്ഥത ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാ പുറത്ത് നമ്മൾ വലിയ ആളായിക്കോ, പക്ഷെ ഭാര്യയുടെ മുമ്പില് വലിയ ആള് കളിക്കണ്ട. അതാ അർത്ഥം. ഈ ഭർത്താവെന്ന് പറഞ്ഞാലേ ക്ഷമയുടെ നെല്ലിപ്പല എന്ന അർത്ഥം. ഈ മറ്റു പെമ്പിള്ളരെ അപേക്ഷിച്ചിട്ടേ ഋതുമോളൊരു പാവവും തമ്മിൽ ഭേദമാ. അത് അളിയോടുള്ള ഇഷ്ടം കൊണ്ടാ ഈ സൗന്ദര്യ പിണക്കൊക്കെ ഉണ്ടാവുന്നത്. അളിയെ ക്ഷമിച്ചുകളാ. ഈ ക്ഷമയും വിട്ടുവീഴ്ചയും മാത്രമാ ഇതിനൊരു സൊല്യൂഷൻ. ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ വ്യക്തിത്വം എന്ന് പറഞ്ഞ സാധനം എടുത്തങ്ങ് പള്ളേ കളഞ്ഞേക്കണം. ഈ അഭിപ്രായ സ്വാതന്ത്ര്യമേ അരുത്. മാരേജ് ലൈഫിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അളിയന് ഞാനൊരു അഡ്വൈസ് തരാം. ഞാന് ബെഞ്ചമിൻ ഇഞ്ചിമല എഴുതിയ ദാമ്പത്യ ജീവിതം എങ്ങനെ രസകരമാക്കാം അതിനുള്ള 10 വഴികൾ എന്നുള്ള പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ 2ാം പുസ്തകം വേണമെങ്കിൽ അളിയന് തരാം. എനിക്ക് വേണ്ടളിയ. അളിയാ, ആ പുസ്തകത്തിൽ ബെഞ്ചമിന് ഇഞ്ചിമല എഴുതിയ നിർദ്ദേശമുണ്ട്. പറഞ്ഞുതരാം. സോറി. ഭാര്യയുമായി സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം ചെവികളിൽ പഞ്ഞി തിരികെ വയ്ക്കണം. അവൾ എന്ത് പറഞ്ഞാലും ചിരിച്ച് ചിരിച്ച് യേസ് യേസ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കേട്ടോ അളിയാ? പോയാ അളിയാ? അളിയൻ പോയാ? ഒരു ജില്ലയിൽ മാത്രം അഴിച്ചുപണി നടത്തിയ പോരാ. 14 ജില്ലയിലും അത് വേണം. ചെയ്യാം സാർ. 14 ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടത്തണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ?